നമസ്കാരം. ഇറാൻ യുദ്ധം ഒത്തുതീർപ്പാകുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ വീണ്ടും നീളുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ 3 വഴികളാണ് നിലവിലുള്ളത്. സമാധാന ചർച്ചകൾ നാടകീയമായി റദ്ദാക്കിയതിനും ഇറാന്റെ അവസാന നിമിഷത്തെ ഒത്തുതീർപ്പ് നിർദ്ദേശങ്ങൾ തള്ളിയതിനും പിന്നാലെ ഇറാൻ യുദ്ധത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊണ്ട അവസ്ഥയിലാണ് ഡൊണാൾഡ് ട്രംപ്. വരും ദിവസങ്ങളിൽ ഇറാന്റെ എണ്ണ പൈപ്പ് ലൈനുകൾ തകരുമെന്ന ഭീഷണി ട്രംപ് ഉയർത്തിയിരിക്കുകയാണ്. യുദ്ധത്തിൽ വിജയം ഉറപ്പിക്കുമെന്നും ഇറാനെ തങ്ങളുടെ നിബന്ധനകൾക്ക് കീഴിൽ കൊണ്ടുവരുമെന്നാണ് ട്രംപ് ആഗ്രഹിക്കുന്നത്. ഇതിനായി 3 വഴികളാണ് ട്രംപിന് മുന്നിലുള്ളത്. യുദ്ധം ശക്തമാക്കുക, ഹോർമൂസ് കടലിടുക്ക് അടച്ചുകൊണ്ട് ഇറാനെ സാമ്പത്തികമായി സമ്മർദ്ദത്തിലാക്കുക, അതല്ലെങ്കിൽ തനിക്ക് താല്പര്യമില്ലാത്ത ഒരു കരാറിന് വഴങ്ങുക എന്നിവയാണ് ട്രംപിന് മുന്നിലുള്ള വെല്ലുവിളികൾ. ഇതിൽ ഏത് വഴി തിരഞ്ഞെടുക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും പശ്ചിമേഷ്യയുടെ ഭാവി നിർണയിക്കപ്പെടുന്നത്. ചർച്ചകളിൽ നിന്നും പിന്മാറിയ ട്രംപ് ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കുന്ന പ്രസ്താവനകളാണ് ഇറക്കുന്നത്. ഇറാന്റെ എണ്ണ പൈപ്പ് ലൈനുകൾ 3 ദിവസത്തിനുള്ളിൽ പൊട്ടിത്തെറിക്കുമെന്നാണ് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് അവകാശപ്പെട്ടിരിക്കുന്നത്. ഭൂമിക്കടിയിലെ മാറ്റങ്ങളും യന്ത്ര തകരാറുകളും മൂലം പ്രകൃതിദത്തമായി തന്നെ ഈ സ്ഫോടനങ്ങൾ സംഭവിക്കുമെന്നാണ് ട്രംപിന്റെ വിചിത്രമായ ഒരു വാദം. ഒരിക്കൽ തകർന്നാൽ ഇവ പഴയപടി പുനർനിർമ്മിക്കാൻ സാധിക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടക്കേണ്ടിയിരുന്ന സമാധാന ചർച്ചകൾ അവസാന നിമിഷമാണ് ട്രംപ് റദ്ദാക്കിയത്. സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്ണറും എന്നിവരടങ്ങുന്ന പ്രത്യേക സംഘത്തെ അയക്കാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇറാന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര കലഹങ്ങളും ആശയക്കുഴപ്പങ്ങളുമാണ് ചർച്ചകളിൽ നിന്നും പിന്മാറാൻ കാരണമായി ട്രംപ് വ്യക്തമാക്കുന്നത്. തങ്ങളുടെ പക്കലാണ് എല്ലാ കാർഡുകളും ഉള്ളത്, അവരുടെ പക്കൽ ഒന്നുമില്ല, അവർക്ക് സംസാരിക്കണമെങ്കിൽ വിളിച്ചാൽ മാത്രം മതി എന്നുമായിരുന്നു ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കിയത്. അതിന്റെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൈനിക മേധാവിയുമായ ഇറാൻ വിദേശകാര്യമന്ത്രി സംസാരിച്ചിരുന്നു. പാകിസ്ഥാൻ നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങളിലും സഹകരിക്കാമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയത്. അമേരിക്കയുടെ പിന്മാറ്റം തിരിച്ചടിയായി എന്നും താൻ യാത്ര റദ്ദാക്കി 10 മിനിറ്റിനുള്ളിൽ ഇറാൻ പുതിയ നിർദ്ദേശം സമർപ്പിച്ചതായാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. യുദ്ധം മൂലം ഹോർമോസ് കടലിടുക്ക് വഴിയുള്ള എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും ചരക്ക് നീക്കം ഏതാണ്ട് തടസ്സപ്പെട്ട നിലയിലാണ്. ഇത് ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വെടിനിർത്തൽ നീട്ടണമെന്ന പാകിസ്ഥാന്റെ അഭ്യർത്ഥന ട്രംപ് അംഗീകരിച്ചിരുന്നു എങ്കിലും സമാധാന ചർച്ചകൾ പുനരാരംഭിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. ഫെബ്രുവരിയിൽ നടന്ന ആദ്യഘട്ട ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ യുദ്ധം ആരംഭിച്ചത്. നിലവിലെ സാഹചര്യം വൈസ് പ്രസിഡന്റ് JD വാൻസും ചർച്ചകൾ പങ്കെടുക്കാൻ സാധ്യത ഇല്ല എന്നാണ് സൂചന. എന്തായാലും ഇറാന്റെ ഭരണ നേതൃത്വത്തിലുള്ള മാറ്റങ്ങൾക്കായി അമേരിക്ക കാത്തിരിക്കുകയാണെന്നും അതല്ലെങ്കിൽ കടുത്ത സൈനിക നീക്കത്തിലേക്ക് നീങ്ങുമെന്നാണ് സൂചന. എന്തായാലും ഇറാനെ സമ്മർദ്ദത്തിലാക്കി കാര്യം സാധിക്കാമെന്നാണ് ട്രംപിന്റെ കണക്കുകൂട്ടൽ. ആ കണക്കുകൂട്ടൽ എത്രത്തോളം വിജയിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.